സോ കീം 2025 സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ്, ആവറേജ് മന്ത്ലി ബഡ്ജറ്റ്, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഫീസ്, കോളേജ് ഫീസ്. അപ്പോൾ ഒരു മാസമൊക്കെ നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപയാവും, അതേപോലെ തന്നെ നിങ്ങളുടെ ഫീസ് ഒരു ആവറേജ് എല്ലാവരും ഇങ്ങനെ മെയിലായി ചോദിക്കുന്നുണ്ട് കുറേ പേര്. ഇത് ഏകദേശം ഞങ്ങൾക്ക് ഒരു മന്ത്ലി ബഡ്ജറ്റൊക്കെ എത്രയാവുന്നത് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാമല്ലോ, നമ്മുടെ ഹോസ്റ്റൽ ഫീസിൻ്റെ കേസാണ്. ഹോസ്റ്റൽ ഫീസ് എന്ന് പറഞ്ഞാൽ മിനിമം ഓരോ സ്ഥലത്ത് ഡിഫറൻ്റ് ആണ്. ഗവൺമെൻറ് ഹോസ്റ്റൽസ് ചിലവരുണ്ടാവും, പ്രൈവറ്റ് ഹോസ്റ്റൽസ് ഉണ്ടാവും, അതേപോലെ ചിലവർ പെയിങ് ഗസ്റ്റ് ആയിട്ടൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെ 3 കാറ്റഗറിയിലാണ് അധികം പേര് നിൽക്കാറ്. ഓക്കെ, ചിലവർ ഡേ സ്കോളേഴ്സ് ഉണ്ട്, അത് നമ്മൾ നോക്കണ്ടല്ലോ തൽക്കാലം. അപ്പോൾ മിനിമം ഞാൻ പറയാലോ റേഞ്ച് വരുന്നത് ഗവൺമെൻറ് ഹോസ്റ്റൽ അധിക കോളേജിൽ ഇപ്പോൾ സാധാരണ ഒരു ആവറേജ് കാറ്റഗറിയിലാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. 2.5K to 5K വരെ വരുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ ഡിഫറൻ്റ് ആണ്. ഇപ്പം ട്രിവാൻഡ്രം മുതൽ നമ്മുടെ കാസർഗോഡ് വരെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അതിലിടയിൽ ഓരോ സ്ഥലത്തും ഈ ഒരു റേഞ്ചാണ് നമുക്ക് മിനിമം ഹോസ്റ്റൽ ഫീസിൻ്റെ കാര്യങ്ങളായിട്ട് വരുന്നത്. പിന്നെ ചില സ്ഥലത്ത് ഹോസ്റ്റൽ ഫീസ് മാത്രം, ചില സ്ഥലത്ത് ഹോസ്റ്റൽ പ്ലസ് മെസ്സ് എന്താണ് ഈ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ആവറേജ് എല്ലാം കൂടി കൂട്ടിയിട്ട് ഹോസ്റ്റൽ ഫീസും അതേപോലെ തന്നെ നിങ്ങളുടെ മെസ് ഫീസും കൂടി മാത്രം ചേർത്ത് ഒരു മാസം ഏകദേശം ഒരു കുട്ടിക്ക് മിനിമം വരുന്നത് 5 ഇത് ഡിഫറൻ്റ് ഉള്ള ഒരു കമൻറ്റ് കേട്ടോ, 5.5K to 7K റേഞ്ചാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഒരു ഹോസ്റ്റൽ ഫീസ് ടു മെസ് ഫീസ് വരുന്നത്. ഇതിന് കൂടാതെ നമ്മൾ വൈകുന്നേരം ചിലപ്പോൾ നമ്മുടെ മെസ് എന്നൊക്കെ പറയുമ്പോൾ 3 നേരം ഉണ്ടാവുള്ളൂ. അപ്പം വൈകുന്നേരം ടീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരും. അപ്പോൾ ഞാനത് ആവറേജ് ഒരു 7K റേഞ്ചൊക്കെ തന്നെ നിങ്ങൾക്ക് വരും. പിന്നെ യൂണിവേഴ്സിറ്റി ഫീസിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ മുന്നേ എനിക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എഞ്ചിനീയറിംഗിനാണ് പഠിക്കാൻ പോകുന്നത്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പേപ്പർ ഉണ്ട്, പൈത്തൺ. അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. മറ്റാരുമല്ല, കേരളാസ് നമ്പർ 1 എഞ്ചിനീയറിംഗ് എഡ്ടെക് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ആണ്. ഓക്കെ, ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഫുൾ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അവരുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ ഫ്രീ ആയിട്ട് പൈത്തൺ കിട്ടാനുള്ള ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, അവരുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ബിടെക് ഫസ്റ്റ് ഇയേഴ്സിന് ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് വഴി. സോ എല്ലാവരും ഇപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായി ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് ഈ പൈത്തൺ കോഴ്സിന് എൻറോൾ ചെയ്യുക. ഫ്രീ ആയിട്ടാണ് എനിക്ക് പൈത്തണിൻ്റെ ക്ലാസ് കിട്ടുന്നത്. പൈത്തൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു. അതേപോലെ ഒരു കാര്യം കൂടി പറയാം, പ്രീ എഞ്ചിനീയറിംഗ് ക്ലാസ്. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഒരു ബേസിലൊരു കുട്ടി അത് കണ്ടിട്ട് വേണം എഞ്ചിനീയറിംഗ് കരിയർ തുടങ്ങാൻ. ബേസിക്സ് ക്ലിയർ ആയാൽ അഡ്വാൻസിലേക്ക് പോകാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ചെയ്യാം. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീസിനെ കുറിച്ച് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോളേജിന് അടയ്ക്കുന്ന ഫീസല്ല, യൂണിവേഴ്സിറ്റിക്ക് അതൊരു വർഷം 1 ഇയറിൽ ഒരു ആവറേജ് വരുന്ന ഫീസ് 9650 ആണ് യൂണിവേഴ്സിറ്റിക്ക്. KTU യൂണിവേഴ്സിറ്റി നിങ്ങൾ അടയ്ക്കുന്ന ഫീസ് 9000 to 10,000 റേഞ്ചിലാണ്, ഏകദേശം ഈ റേഞ്ചാണ് വരിക. ഫീസ് എക്സംഷൻസും സ്കോളർഷിപ്പൊക്കെ ഒരുപാട് വേറെ കുട്ടികളുണ്ട്. അതേപോലെ തന്നെ കോളേജ് ഫീസാണ്. ഗവൺമെൻറ് കോളേജ് കുട്ടികൾക്ക് വേറെ കോളേജ് ഫീസായിട്ട് അടയ്ക്കാനൊന്നുമില്ല. ഓക്കെ, ബസ് ഫീസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ പെടും, ഈ ഒരു കാറ്റഗറി തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കോളേജിൽ ഫീസ് അടയ്ക്കാനുള്ള പ്രൈവറ്റ് കോളേജ് കിട്ടും. അത് ഏകദേശം 1 ഇയറിൽ പല കോളേജിലും ഡിഫറൻ്റ് ആണ്. എന്നാലും മിനിമം പ്രൈവറ്റ് കോളേജിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ 65 to 1 lakh ഒക്കെയാണ് ഏകദേശം വരുന്നത് കോളേജിലെ ഫീസ് മാത്രം. 9650 യൂണിവേഴ്സിറ്റി 1 ഇയർ ഫീ ആണ്. യൂണിവേഴ്സിറ്റി ഫീ ഒക്കെ നിങ്ങൾ സ്പ്ലിറ്റ് ആയിട്ടൊക്കെ അടക്കേണ്ടി വരിക. ഒരു സെമസ്റ്ററിന് ചിലപ്പോൾ നിങ്ങൾ 3000 അടച്ചാൽ ബാക്കി സെമസ്റ്ററിന് 5000 അടക്കേണ്ടി വരും. ചിലപ്പോൾ മറ്റേതിന് 5000 അടച്ചാൽ ഇതിന് 5000 അടക്കേണ്ടി വരും. അങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ടാണ് വരാറ്. അപ്പോൾ ഇതിന് ഉപരി യൂണിവേഴ്സിറ്റീൻ്റെ എന്താ പറയുക, നമുക്കിതല്ലാതെ നമുക്ക് വേറെ ഇതൊക്കെ യൂണിവേഴ്സിറ്റി ഫീസ് എന്ന് പറഞ്ഞാൽ എക്സാം ഫീസും കൂടി അതിൽ ഉൾപ്പെടുന്നതാണ്. എല്ലാവരും മനസ്സിലാക്കി എക്സാം രജിസ്ട്രേഷൻ സമയത്തൊക്കെയായിരിക്കും നമ്മളിത് അടക്കേണ്ടി വരിക. അപ്പം ഇതൊക്കെയാണ് നമ്മൾ അതേപോലെ തന്നെ നമുക്ക് ഈ റീവാലുവേഷൻ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പോലെ തന്നെ മിസ്റ്റർ എഞ്ചിനീയർ എന്ന് പറയാൻ എനിക്ക് വേറെ ചാനലുണ്ട്, അത് കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. സോ എല്ലാവരും പറഞ്ഞ പോലെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ തന്നെ നിങ്ങൾ നമ്മുടെ പൈത്തൺ ക്ലാസ്സുകൾ എൻറോൾ ചെയ്യുക. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്.